ചേട്ടൻ്റെ തട്ടുകടയിൽ നല്ല തിരക്കാണ് കേട്ടോ. നോക്കി കണ്ട നിരന്ന് കിടക്കണ കാറുകൾ ഇപ്പോൾ അതേ വന്ന് ഓരോന്നത് പാർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. നല്ല തിരക്കാണ്. നമ്മളിവിടെ നോക്കിയപ്പോഴത്തേക്ക് നല്ല തിരക്ക് വന്നൊരു തട്ടുകടയാണ്. അപ്പം അതുകൊണ്ടാണ് നമ്മളിവിടെ കയറിയത്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ കാവ്യാണ്. നമ്മളിപ്പോൾ ഉള്ളത് പുള്ളുപാടത്താണ്. പുള്ളുപാടത്ത് ഇവിടെ ഹരിദാസേട്ടൻ്റെയും രേഷ്മ ചേച്ചിയുടെയും പുള്ളുപാടം തട്ടുകടയിലാണ് നമ്മളുള്ളത്. ഇവിടെ വെറൈറ്റീസ് ഓഫ് ഫുഡ് ഉണ്ട്. ഇവിടെ വെറൈറ്റീസ് എന്തിട്ടാന്ന് നോക്കിയാൽ ബോട്ടി കൊള്ളി, ബീഫ് കൊള്ളി, പോർക്കും കൊള്ളിയും, പിന്നെ മുട്ടക്കൊള്ളി, ലിവർ, അതേ നമ്മുടെ ചിക്കൻ്റെ ലിവർ അങ്ങനെയാണെന്ന് തോന്നുന്നു. ബീഫ് കൂർക്കയും, പിന്നെ പോർക്ക് കൂർക്ക, കക്ക കൊള്ളി, പിന്നെ കക്കമുട്ട, ഓംലെറ്റ്, ചിക്കൻ പാർട്സും കൊള്ളിയും, പിന്നെ കക്ക ഫ്രൈ, ബീഫ് ഫ്രൈ, പോർക്ക് ഫ്രൈ, ബുൾസൈ, ബോട്ടി, മുട്ട. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വെറൈറ്റീസ് വരുന്നത്. അപ്പോൾ നമുക്ക് ഹരിദാസേട്ടനെ കണ്ടു ചോദിക്കാം. അപ്പോൾ ഹരിദാസേട്ടാ, നമ്മൾ എത്ര നാളായിട്ട് ഇവിടെ ഉണ്ട്? ഞങ്ങളിപ്പോ ഒരു 6 വർഷമായിട്ടുണ്ടല്ലേ? ഓക്കെ. അപ്പോൾ എങ്ങനെയാണ്? ഞായറാഴ്ച ഉണ്ടല്ലേ? എല്ലാ ദിവസവും ഉണ്ട്. എല്ലാ ദിവസവും ഉണ്ടാവും. അപ്പോൾ എല്ലാ ദിവസത്തെ മാതിരി ആളുകളുണ്ടാവും? എല്ലാ ദിവസവും ഉണ്ടാവും അല്ലേ? ചേട്ടൻ്റെ വീട് എവിടെയാ? ഇവിടെ അടുത്ത് തന്നെ. കുട്ടികള് ഇല്ലല്ലേ? വൈഫിന്റെ പേര് രേഷ്മ അല്ലേ? ചേച്ചിയാണ് ഇവിടുത്തെ ഹെൽപ്പർ. പിന്നെ വേറെ 2 പേരുണ്ട്. അവിടുന്ന് വന്നിട്ടില്ല. സൺഡേ ആവുമ്പോഴത്തേക്കല്ലേ? പിന്നെ വേറെയും നമുക്ക് ഇവിടെ വെറൈറ്റീസ് ഉണ്ട് അല്ലേ? ഇവിടെ വേറെ ബോട്ടി, കൊള്ളി, ലിവർ, അങ്ങനെയൊക്കെ കുറച്ചും കൂടി വേറെ വെറൈറ്റീസ്. നമ്മൾ നേരത്തെ കണ്ടതല്ലാണ്ടുള്ള കുറച്ച് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ഇവിടെ ലൈവ് ഫുഡാണ്. ഇവിടെ വൈകിട്ട് എത്ര മണി വരെ ഉണ്ടാവും? വൈകിട്ട് ഞങ്ങൾ 10 മണി. എപ്പോഴാണ് ഓപ്പൺ? 4 മണിയാകുമ്പോഴത്തേക്ക് ഓപ്പൺ ആവും അല്ലേ? ഓക്കെ. ഹരിദാസേട്ടാ, അപ്പം ഞങ്ങൾക്ക് ഒരു ബീഫും കൊള്ളി എടുത്തോ. രാവിലെ നമുക്ക് ഇല്ലല്ലോ അല്ലേ? വൈകിട്ട് മാത്രല്ലേ ഉള്ളൂ? വൈകിട്ട് ഇവിടെ എന്നിട്ട് മുട്ടയും കൊള്ളിയാണ്. ഏകദേശം നമുക്ക് എത്ര ഐറ്റം ഉണ്ട്? ഇപ്പൊ ഒരു 10-12 ഐറ്റംസ് ഉണ്ട്. ഞായറാഴ്ച ഉണ്ട്. ബാക്കി ഹരിദാസേട്ടന്റെ വൈഫ് ഉണ്ട് സഹായിക്കാനായിട്ട്, രേഷ്മ പറയും. എത്ര വർഷമായി? 5-6 വർഷമായിട്ടുണ്ടല്ലേ? ഒന്ന് ഡിമ്മായി പോയില്ല. അതെല്ലാവർക്കും അങ്ങനെ തന്നെയായിരുന്നല്ലോ. ഓക്കെ. അപ്പൊ ഇപ്പൊ നമുക്ക് ബിസിനസ് ഒക്കെ ഉണ്ട്, അത്യാവശ്യം മൂവ് ആവുന്നുണ്ട്. താമരപ്പാടം കാണാൻ വരുന്നവരൊക്കെയാണ് കൂടുതലും ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ രശ്മി ചേട്ടന്റെ കൂടെ എത്ര നേരം തന്നെ ഇവിടെ പിന്നെ ഇന്നിപ്പോ ഞായറാഴ്ച ആയതുകൊണ്ട് അവരൊന്നുണ്ടാവില്ല. അപ്പൊ ഞങ്ങള് നോക്കിയപ്പോഴത്തേക്ക് അത്യാവശ്യം തിരക്ക് ഇവിടെയാണ് കൂടുതൽ കാണുന്നത്. ഞാൻ അതിലൊക്കെ കറങ്ങിട്ട് വന്നു. അപ്പൊ നോക്കിയപ്പോ ഇവിടെയാണ് നല്ല തിരക്ക് ഉണ്ടല്ലേ? നമുക്ക് മണ്ണുത്തി ഇഷ്ടമുള്ള കസ്റ്റമേഴ്സ് ഉണ്ടല്ലേ? സ്ഥിരം വരുന്നവരൊക്കെ തന്നെ അറിയാത്തവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നുള്ളൂ. പക്ഷെ ഒരു പ്രാവശ്യം കഴിച്ചവര് എന്തായാലും ഇങ്ങോട്ട് വരും. അത് ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ അതിലൊക്കെ കറങ്ങിട്ട് വന്നു. അപ്പൊ ഇവിടെയാണ് ഞങ്ങൾ നല്ല തിരക്കുണ്ടാവും. അപ്പൊ ഇവിടേക്ക് തന്നെ കയറിയത്. ഇവിടെ അതേ നമ്മുടെ ഹരിദാസേട്ടൻ്റെ തട്ടുകടയിൽ നല്ല തിരക്കാണ് കേട്ടോ. നോക്കി കണ്ട നിരന്ന് കിടക്കണ കാറുകൾ ഇപ്പോൾ അതേ വന്ന് ഓരോന്നത് പാർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. നല്ല തിരക്കാണ്. നമ്മളിവിടെ നോക്കിയപ്പോഴത്തേക്ക് നല്ല തിരക്ക് വന്നൊരു തട്ടുകടയാണ്. അപ്പം അതുകൊണ്ടാണ് നമ്മളിവിടെ കയറിയത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, എൻ്റെ പറയിലിങ്ങനെ വരിയായിട്ട് കാറുകൾ കിടക്കുന്നുണ്ട്. ഓരോരുത്തർ വന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഇവർ പറയുന്നത് ഇവിടുത്തെ ഫുഡിൻ്റെ സ്പെഷ്യാലിറ്റി എന്നാണ്. കാരണം വെച്ചാൽ ഇവിടെ നിന്ന് ഒരു 10-20 കിലോമീറ്റർ വരും നമ്മുടെ മണ്ണുത്തിയിൽ നിന്നൊക്കെ ഇവർക്ക് നല്ല കസ്റ്റമേഴ്സ് ഉണ്ടെന്നാണ് പറയണത്. അപ്പോൾ അവരുടെ ആ ഫുഡിൻ്റെ ഒരു ഇത് നമുക്ക് കിട്ടിയിട്ടില്ല. നമ്മൾ ഓർഡർ കൊടുത്തിട്ടുള്ളൂ. നമ്മളിപ്പോൾ ഫുഡ് ഓർഡർ കൊടുത്തിട്ട് ഏകദേശം 1/2 മണിക്കൂറായിട്ടോ. പക്ഷേ അവർക്ക് നിന്ന് തീരാനിടയില്ല. അവരുടെ സ്റ്റാഫ് ഇന്ന് സൺഡേ ആയതുകൊണ്ട് വന്നിട്ടില്ലാത്തതുകൊണ്ട് ചേച്ചി ചേട്ടനും നല്ല കഷ്ടപ്പാടാണ്. അപ്പോൾ നമ്മൾ ഒന്ന് മാറി കൊടുത്തു. കാരണം വെച്ചാൽ നമുക്ക് ടൈം എടുത്ത് മതി കസ്റ്റമേഴ്സിനെ ഒഴിവാക്കണ്ടെന്ന് കരുതിയിട്ട്. അപ്പോൾ നമ്മുടെ ഫുഡ് ഇതേ ഇപ്പോൾ റെഡി ആയെന്ന് പറഞ്ഞിട്ട് ചേട്ടൻ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴിക്കാം. ഒരു കഷ്ണം ബീഫ് ഇതാ എടുത്തു.
ഒരു കഷ്ണം കൊള്ളി അതിലേക്ക് അങ്ങോട്ട് ആഡ് ചെയ്യുക. നമ്മുടെ സവാള അതിലേക്ക് മിക്സ് ചെയ്യുക. കണ്ട, ഞാൻ കഴിക്കാൻ പോവാണ്. രക്ഷയില്ല, ബീഫ് കിട്ടി രുചിയാണ് കേട്ടോ. നല്ല വൈബാണ്. നമ്മുടെ എന്താ പറയുക, വയൽ വെള്ളം വന്നിട്ടൊന്നും പറയാൻ പറ്റണില്ല. ആലപ്പാട് ഫുള്ള് പാടം വരുമ്പോൾ ഹരിദാസൻ്റെ കടയിൽ കയറാൻ മറക്കരുത്. കിട്ടു ഫുഡാണ്. നിങ്ങൾ വിചാരിക്കുന്ന ടേസ്റ്റിൽ, വിചാരിക്കുന്ന ക്വാണ്ടിറ്റിയിൽ നിങ്ങൾക്ക് സാധനം കിട്ടും. അപ്പോൾ എല്ലാവരും കഴിക്കാം. എൻ്റെ പിറകിലേക്ക് നിങ്ങളൊന്ന് നോക്കിയാൽ ഫോഗ് അടിച്ചിട്ട് പാടം കാണാനുള്ളൊരു ചന്തം, നല്ല തണുപ്പുള്ള കാറ്റ്, നല്ല ചൂടുള്ള ബീഫ്. കിടു വൈബാണ്. എല്ലാവരും ഈവനിങ് ആകുമ്പോൾ ഫാമിലി ആയിട്ട് വരിക, കഴിക്കുക. എന്താ പറയുക, നമ്മുടെ മനസ്സൊക്കെ നല്ല റിലാക്സായിട്ട്, എന്താ പറയുക, ഒരു എന്താ പറയാൻ പറ്റാത്തൊരു അനുഭവമാണ്. ഒരു റൊമാൻറ്റിക് ഫീലാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു പാട്ട് പാടുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഒന്നും പറയാനില്ല. ഫുഡ് ഒരു രക്ഷയില്ല. എല്ലാവരും വരിക. ഇവിടെ നമുക്ക് കണ്ണായ സ്ഥലത്ത് തന്നെയാണ്. നമുക്ക് കഴിച്ചാൽ എന്തായാലും എനിക്ക് ഉറപ്പാണ് നിങ്ങളെന്തായാലും ഇവിടേക്ക് തന്നെ വരുന്നുള്ളത്. കാരണം വെച്ചാൽ അത്രയും ടേസ്റ്റി ആയിട്ടുള്ള, ലൈവായിട്ടുള്ള, എന്താ പറയുക, ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് അവർ തരുന്നത്. അപ്പോൾ എല്ലാവരും വരിക, ഹരിദാസൻ്റെ കടയിൽ കയറുക, ഫുഡ് കഴിക്കുക. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.